വ്യൂവേഴ്സ് വെൽക്കം ടു റേസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ മക്കളെ, നമുക്ക് പുളിമാവ് വെട്ടി എന്ന് പറയുന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ പ്രകൃതി നശീകരണത്തെ കുറിച്ച് എന്തായാലും നമുക്ക് എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് 7 മാർക്കിന്റെ ചോദ്യം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, 7 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ആസ്വാദനക്കുറിപ്പ് നോക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് തലക്കെട്ട് കൊടുക്കണം. പുളിമാവ് വെട്ടിന്ന് തലക്കെട്ട് കൊടുക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിത പരിസ്ഥിതിയുടെ പ്രാധാന്യവും മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും വരച്ചു കാട്ടുന്ന ഒരു കൃതിയാണ്. ഒരു മരം ജീവന്റെയും നിലനിൽപ്പിന്റെയും സൂചകമായി തീരുന്നത് എങ്ങനെയെന്ന് ഈ കവിതയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. പുറംപറമ്പിലെ ഒരു പുളിമാവ് വെട്ടിമാറ്റാനുള്ള ഉടമസ്ഥന്റെ തീരുമാനത്തിലൂടെ കവി പ്രകൃതിയുടെ ചൂഷണം, മനുഷ്യന്റെ അത്യാഗ്രഹം, പാരമ്പര്യത്തിന്റെ നഷ്ടം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ഉടമസ്ഥന് മരമെന്നാൽ തടിയാണ്, തടി എന്നാൽ പണവും. പുളിമാവ് മുറിക്കാനായി ഉടമസ്ഥൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കുടിയാൻ നിസ്സഹായനാണ്. അയാൾക്ക് മരത്തിനുമേൽ അധികാരമോ അവകാശമോ ഇല്ല, വിലപിക്കാനേ അവകാശമുള്ളൂ. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങൾ വേദനിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതായി കവി പറയുന്നു. പുളിമാവിന്റെ സഹമരങ്ങളായ ഒട്ടുമാവുകൾ തളിരിലകളാകുന്ന നാവ് കടിച്ച് ഭയത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നു. പുളിമാവിന്റെ പതനം മുഴുവൻ ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്നു. പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റ് തന്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. കാലം തെറ്റിവരുന്ന ഞാറ്റുവേലകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം പ്രകൃതിയോട് നാം ചെയ്യുന്ന ക്രൂരതകളുടെ ഫലമാണെന്ന് ഇതിലൂടെയെല്ലാം കവി പറഞ്ഞു വെക്കുന്നു. തലക്കെട്ടിലും ഉള്ളടക്കത്തിലും ഒരുപോലെ ഹരിത ദർശനം നിലനിർത്താൻ പുളിമാവ് വെട്ടി എന്ന കവിതയിൽ ഇടശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഒരു മരചിന്ത എന്നതിനപ്പുറം പ്രകൃതി നഷ്ടം ഒരു സാംസ്കാരിക നഷ്ടം കൂടെയാണെന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. ചേതനവും അചേതനവുമായ പ്രതീകങ്ങളാണ് ഈ കവിതയുടെ ഘടനയിൽ നിർണയിക്കുന്നത് എന്ന് പറയാം. നാക്ക് കടിച്ചു നിൽക്കുന്ന ഒട്ടുമാവ്, പച്ചക്കൽ വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗം, പച്ചത്തണൽ കുത്തിയെടുക്കുന്ന പറവ, പൂങ്കുലയും കൊണ്ട് വരുന്ന പാലക്കാടൻ കാറ്റ്, ഇവയെല്ലാം പ്രകൃതിയുടെ ഹൃദയതാളവും അവയിലെ വ്യതിയാനവും അടയാളപ്പെടുത്തുന്നവയാണ്. മനുഷ്യനും ഭൂപ്രകൃതിയും ലയാത്മകമായി കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെ വെട്ടേറ്റ് വീണാൽ ഇരു വിഭാഗവും അസ്തമിക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് പുളിമാവ് വെട്ടി എന്ന കവിത. അപ്പൊ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? പാഠം എഴുത്തുകാരൻ പറഞ്ഞു, കവിതയുടെ ആശയം പറഞ്ഞു, അതിലെ വരികൾ വിശദീകരിക്കുക, അതിലെ മെയിൻ പ്രയോഗങ്ങൾ നമ്മൾ പറയണം. എന്താണ് അത് നമുക്ക് നൽകുന്ന സന്ദേശം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കവിത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ എന്ത് ചെയ്യാം, അവസാനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കാം. ഒരു 2 പാരഗ്രാഫെങ്കിലും ആക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് എന്താണ്, ഇതിൽ നിന്നും നമുക്കൊരു ഉപന്യാസം അല്ലെങ്കിൽ എന്താണ് ഒരു മുഖപ്രസംഗം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി, പ്രകൃതിയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് 7 മാർക്കിന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? നാളെയുടെ ആദ്യം തലക്കെട്ട് കൊടുക്കണം. പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കാം അല്ലെ, നമുക്ക് തന്നിട്ടുള്ള വിഷയം തന്നെ തലക്കെട്ടായിട്ട് കൊടുക്കാം. നാളെയുടെ പ്രതീക്ഷകളിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. നല്ല ജോലി, വലിയ വീട്, നല്ലൊരു കുടുംബം, അങ്ങനെ ഓരോരുത്തർക്കും നാളെയെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഭൂമിയുടെ നാളെയെക്കുറിച്ച്. നമ്മുടെ ഭൂമിയുടെ ഭാവി, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ സന്തോഷം, ഇവയെല്ലാം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന നാം അതിനായി പ്രകൃതിയെ സ്നേഹിക്കാൻ കൂടി പഠിക്കേണ്ടതുണ്ട്. ആ പുളിമാവ് വെട്ടിയും കൂടെ നിങ്ങൾ വിശദീകരിക്കുക. എന്നിട്ട് പറയാം, വനങ്ങൾ വെട്ടിത്തളിക്കുന്നതും നദികളെ മലിനമാക്കുന്നതും അതുപോലെ തന്നെ ഭൂമിയെ വിഷലിപ്തമാക്കുന്നു. ഇതിന്റെ ഫലങ്ങൾ നാം ഇന്ന് നേരിട്ട് കാണുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച, വെള്ളപ്പൊക്കം, മലിനീകരണം, ഇവയെല്ലാം നമ്മുടെ അത്യാർത്തിയുടെ ഫലങ്ങളാണ്. എന്നാൽ ഇനിയും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല നാളെയെ സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ഉപഭോഗം കുറയ്ക്കാം, പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കാം, ഊർജം ലഭിക്കാം, മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, ജലം സംരക്ഷിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഭാവി തലമുറകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൂമി
നാം അവർക്ക് കൈമാറണം. പ്രകൃതിയെ സ്നേഹിക്കാം, നല്ല നാളേക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രീതിക്ക് എന്തായാലും എന്താണ് ഒരു ഉപന്യാസമോ പ്രഭാഷണമോ ഒക്കെ നമുക്ക് പ്രകൃതിയെക്കുറിച്ച് ചോദിക്കും. അതുപോലെ തന്നെ കവിതയ്ക്ക് ഒരു ആസ്വാദനവും ഈ പാഠഭാഗവുമായിട്ട് ചോദിക്കുന്ന 7 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക അല്ലെ, നിങ്ങളെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.